പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. നിൻ്റെ കൃപകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം തിരുനാളാണ്. സഭയുടെ പിതാവാണ്. സകലതും ദൈവത്തിന് സ്തുതി എന്ന് പതിവായി ചെല്ലാറുള്ള വാക്ക് വിശുദ്ധ ക്രിസോസ്റ്റം തൻ്റെ മരണസമയത്തും ഉരുവിട്ടു എന്നാണ് പറയുക. പൗരസ്ത്യ സഭയിലെ മഹാപിതാക്കന്മാരിൽ 4 പേരുള്ളതിൽ ഒരാളാണ്. ആത്മീയമായ സ്നേഹത്താൽ എരിയുന്നവർ ഭൂമിയിൽ അമൂല്യതയെ ശൂന്യമായി ഗണിക്കുന്നുവെന്നും യേശുക്രിസ്തുവിനുള്ള സ്നേഹത്താൽ എരിയുന്നവർക്ക് ദൈവസ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാകൂ എന്നും വിശുദ്ധ ക്രിസോസ്റ്റം പറയുന്നു. സ്വർണ്ണനാവുള്ള ഒരു വിശുദ്ധനാണ്. വചനപ്രഘോഷണത്തിൽ അഗ്രഗണ്യനാണ്. നിസ്തുലമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പൗരോഹിത്യത്തെക്കുറിച്ച് പ്രത്യേകിച്ചും അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥ ധ്യാനത്തിലും ആണ് ഈ വിശുദ്ധൻ കൂടുതൽ സമയവും ചിലവഴിച്ചത്. സ്വർണ്ണ ജിഹ എന്നർത്ഥമുള്ള ക്രിസോസ്റ്റം എന്ന അപരനാമം അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണങ്ങളെയും വാഗ്മിത്വത്തെയും അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ വിശുദ്ധനെ പോലെ ദൈവസ്തുതികൾ പാടുവാൻ, സകലതും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് സ്തുതി എന്ന് പറയുവാൻ ഇന്ന് നമുക്ക് കഴിയാം. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, കുരുടന് വഴി കാണിക്കുവാൻ കഴിയും. 2 പേരും കുഴിയിൽ വീഴുകയില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കുരുടന്മാരാകാതെ പ്രകാശത്തിൽ ജീവിക്കേണ്ടവരാണ്. ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രകാശം. വിശുദ്ധ ക്രിസോസ്റ്റത്തിന് ഈ വചനപ്രകാശം ലഭിച്ചതുകൊണ്ടാണ് സ്വർണ്ണനാവുള്ളവനായി മാറിയത്. പലപ്പോഴും നമ്മൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് മാറ്റുവാനാണ് പരിശ്രമിക്കുന്നത്. സ്വന്തം കണ്ണിലെ തടി പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ടെന്ന് ഇന്ന് സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കും. എന്നാൽ ഈശോയെ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തെ പോലെ ഞങ്ങളുടെ നാവുകളെ വിശുദ്ധീകരിക്കണമേ, മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. വചനത്താൽ ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കുവാൻ, മനസ്സ് ജ്വലിക്കുവാൻ, മറിയത്തെപ്പോലെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. സഹോദരൻ്റെ കണ്ണിലെ കരടല്ല, എൻ്റെ കണ്ണിലെ കരടാണ് ഞാൻ എടുത്തു മാറ്റേണ്ടെന്ന ബോധ്യം എനിക്കിന്ന് നൽകി അനുഗ്രഹിക്കണമേ. ഈ ദിവസം മുഴുവനും നിൻ്റെ കൃപകളാർന്ന് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഞങ്ങളിൽ വന്നടഞ്ഞ് എപ്പോഴും നിലനിൽക്കുവാൻ ഇടയാക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.